السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. സന്മാന്യ അധ്യക്ഷരോ ബഹുമാന്യ ഉലമാക്കൾ, DKSC ದಕ್ಷಿಣ ಕರ್ನಾಟಕ ಸುನ್ನಿ ಸೆಂಟರ್ನಲ್ಲಿ ಕಾರ್ಯವಾಹಕ ಎಲ್ಲ ಮೆಂಬರ್മാರು, അൽ ഇഹ്സാനി മദ്രസയിൽ നിന്ന് പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ജീവൻ അത് അറിവാണ്. അറിവ് പഠിപ്പിക്കുന്നതിലൂടെയാണ് ഈ ദീൻ പ്രചരിക്കുന്നതും വളരുന്നത്. ദീനി ഉലൂമുകൾ പഠിപ്പിക്കുന്ന, ദീനി ഉലൂമുകൾ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എല്ലാ അറിവുകളെയും പഠിപ്പിക്കുന്ന കലാലയങ്ങൾ. അതാണ് ലോകത്ത് ഇസ്ലാമിന് വലിയ സ്ഥാനം നേടിക്കൊടുത്തിട്ടുള്ളത്. ചരിത്രകാരന്മാർ, ചിന്തകന്മാർ എല്ലാവരും ഇസ്ലാമിനെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ഇസ്ലാമിനെ ഉയർത്തിക്കാണിക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ദക്ഷിൺ കാനറ സുന്നി സെൻറ്ററിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ കണ്ടിട്ടുള്ളത്, ഉമറാക്കളാണ് ഇതിൻ്റെ അവരുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും നിർവഹിക്കുന്നത്. ഉമറാക്കളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മതപഠനശാലകൾക്ക് വേണ്ടി ഭൂമി ദാനം ചെയ്യുക, അതിൽ കെട്ടിടം ഉണ്ടാക്കുക, അതിൽ വരുന്ന ഉലമാക്കൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അതിനുവേണ്ട ഭക്ഷണവും വെളിച്ചവും വെള്ളവും സപ്ലൈ ചെയ്യുക, ആവശ്യമായത്ര ഗ്രന്ഥങ്ങൾ സമാഹരിക്കുന്നതിന് ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും ഗ്രന്ഥങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക, ലബോറട്ടറിയും പരീക്ഷണാലയങ്ങളും മറ്റും ആവശ്യമായി വന്നാൽ അവയെല്ലാം ചെയ്തു കൊടുത്ത് ഉലമാഇനെ കൊണ്ട് ദർസ് നടത്തിക്കുക, ക്ലാസ് എടുക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. അങ്ങനെ ഉലമാവും ഉമറാവും ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോൾ ഈ നാട്ടിൽ വലിയ വികസനമുണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സുൻഫാനി മിൻ ഉമ്മത്തി ഇദാ സ്വലുഹ സ്വലുഹന്നാസു കുല്ലുഹും. സബ്ക വികാസം ഉണ്ടാകണമെങ്കിൽ പണ്ഡിതന്മാരും പണക്കാരും യോജിച്ച് പ്രവർത്തിക്കണം. വഇദാ ഫസദ ഫസദന്നാസു കുല്ലുഹും. പണക്കാരുടെ പണം ദുർവിനിയോഗം ചെയ്യുകയും പണ്ഡിതന്മാരുടെ അറിവ് തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വന്നാൽ അത് രണ്ടും ലോകത്തിൻ്റെ നാശമാണ് എന്നും തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഈ വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഉമറാക്കൾ നിർവഹിച്ചിട്ടുള്ളത്. മഹാനായ അബ്ദുള്ള ഫൈസി ഉസ്താദ്, അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, അദ്ദേഹം ഇന്ന് വിശ്രമത്തിലാണ് എന്നെനിക്കറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിൽ വെച്ച് രൂപം കൊണ്ട ഈ ഒരു പ്രസ്ഥാനം, ഇവിടെ ഏത് സ്ഥാപനത്തിനും നാട്ടിൽ നിന്ന് അത് വളർന്ന് ഉണ്ടായതിനു ശേഷം പിന്നീട് ഗൾഫിൽ കമ്മിറ്റി വരികയാണെങ്കിൽ, ഇത് ഗൾഫിൽ നിന്ന് കമ്മിറ്റി ഉണ്ടായി അതിൻ്റെ കീഴിൽ ഇവിടെ സ്ഥാപനം വരികയാണ് ചെയ്യുന്നത്. ഒച്ച കൂട്ടിയിട്ട് ബേജാറാവണ്ട. എല്ലാവരും കേൾക്കുന്നുണ്ട് അല്ലേ? കേൾക്കുന്നില്ലേ? ബാക്കിലൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ട്. ശബ്ദം കുറക്കുക എന്നത് അത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു അടയാളം കൂടിയാണ്. പാട്ടുപാടാനും മറ്റുമൊക്കെ വേണ്ടി വയ്ക്കുന്ന രൂപത്തിലുള്ള വലിയ ബോക്സുകളും, അപ്പോൾ അതിൻ്റെ ആവശ്യം യഥാർത്ഥത്തിലില്ല. ഞാൻ ഇന്നലെ താഷ്കൻഡിലായിരുന്നു. താഷ്കൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി മരിച്ചിട്ടുള്ള സ്ഥലം കൂടിയാണ് താഷ്കൻഡ്. താഷ്കൻഡ് കരാറ് വളരെ വിഖ്യാതമാണ്.
താഷ്കന്റ് എന്ന് പറയുന്നതിൻ്റെ താഷ്കൻഡിൻ്റെ പേര് യഥാർത്ഥത്തിൽ ഷാഷ്കന്ത് എന്നാണ്. ഷാഷ്, കല്ലുകൊണ്ടുണ്ടാക്കിയ പട്ടണം എന്ന അർത്ഥത്തിൽ. ഷാഷ് എന്ന് പറഞ്ഞാൽ കല്ല്, കന്ത് എന്ന് പറഞ്ഞാൽ പട്ടണം. അതാണ് ഇമാം ഷാഷി എന്ന് ആ നാട്ടുകാരായ ആളുകൾക്ക് ഷാഷി എന്ന് പറയുന്നത്. ഇമാം ഖഫാലു ഷാഷി, അബൂബക്കർ ഷാഷി, ഒരുപാട് വലിയ പണ്ഡിതന്മാരുള്ള നാടാണത്. അത് കഴിഞ്ഞാൽ പിന്നെ സമർക്കന്ത്. സമർക്കന്ത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറും അവിടുത്തെ മസ്ജിദും എല്ലാം ഉള്ളത് സമർക്കന്ത് പട്ടണത്തിൻ്റെ പ്രാന്തങ്ങളിലാണ്, ഖർക്കന്ത് എന്ന് പറയുന്ന പ്രദേശത്ത്. സമർക്കന്ത് എന്ന് പറയുന്ന പട്ടണം ലോകത്ത് തന്നെ വലിയ പ്രശസ്തമാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ സമർക്കന്തിലെ രജിസ്ഥാൻ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലമാണ്. രജിസ്ഥാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 3 വലിയ മദ്രസകൾ കൂടി ചേർന്ന സ്ഥലമാണ്. മദ്രസത്തു ഉലുഗ്ബേഗ് എന്ന് പറയുന്ന സഹീറുദ്ദീൻ ബാബറിൻ്റെ വല്യുപ്പയായ അമീർ തൈമൂറിൻ്റെ ഗ്രാൻഡ് സണ്ണായ ഉലുഗ്ബേഗ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഒരു മദ്രസ. മദ്രസ എന്നത് ഇന്ന് യൂണിവേഴ്സിറ്റി എന്നാണ് മദ്രസകൾക്ക് പറയുക. അങ്ങനെ 3 മദ്രസകൾ ഒരേ ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന ആ വലിയൊരു ചത്വരം അത് കാണാൻ വേണ്ടി ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ വരികയാണ്. ഉലുഗ്ബേഗ് അന്നവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് സൂര്യ ചലനത്തെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒബ്സർവേറ്ററി, വലിയ ഭീമാകാരമായ വലിയൊരു കെട്ടിടമാണത്. ലോകത്ത് അതിന് തുല്യമായ ഒരു ഒബ്സർവേറ്ററി അതിന് ശേഷവും ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. മീർ അറബ് മദ്രസ എന്ന് പറയുന്ന മറ്റൊരു മദ്രസ അവിടെ ബുഖാറ കോട്ടയ്ക്ക് മുന്നിലായിട്ടുണ്ട്. പൊയ്ക്കലാൻ എന്ന് പറയുന്ന ബുഖാറയുടെ പൗരാണികമായ പ്രദേശത്ത് ഒരു ഭാഗത്ത് കലാൻ മസ്ജിദ്, കലാൻ എന്ന് പറഞ്ഞാൽ വലിയ മസ്ജിദ് എന്നാണ് അതിൻ്റെ അർത്ഥം. മസ്ജിദ് കലാൻ എന്ന് പറയുന്ന ആ മസ്ജിദിൽ ഉലമാക്കളും നാട്ടുകാരും ഒക്കെ വലിയ ദർസും കാര്യങ്ങളൊക്കെ സജീവമായി നടന്നിരുന്ന കാലത്താണ് അവിടെ ചെങ്കിസ് ഖാൻ വന്നത്. ചെങ്കിസ് ഖാൻ അവിടെ ഉലമാക്കളെയും ആളുകളെയൊക്കെ കുഴി മൂടിയിട്ട് ജീവനോടെ അവിടെ കുഴിച്ചിട്ടു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആ മീർ അറബ് മദ്രസ സോവിയറ്റ് റഷ്യയുടെ കാലത്ത് പോലും അടച്ചുപൂട്ടാത്ത 400 വർഷത്തിലേറെക്കാലമായി ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്ന ഒരു മദ്രസയാണത്. ആ മദ്രസയിൽ 114 മുറികളാണ് ഉള്ളത്. അത് ഖുർആനിലെ സൂറത്തിൻ്റെ എണ്ണം കണ്ടാണ്. അതേ ആർക്കിടെക്ചറിലാണ് ആ മദ്രസ ഉണ്ടാക്കിയിരിക്കുന്നത്. അൽ ബഖറയും ആൽ ഇമ്രാനും പോലെ വലിയ 2 മുറികളുണ്ട്. അതിലൊന്ന് നിസ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മസ്ജിദാണ്. മറ്റൊന്ന് പിൽക്കാലത്ത് അവിടുത്തെ മദ്രസയുടെ സ്ഥാപകരും മുദരിസുമാരും മറ്റുമൊക്കെയുള്ള അവരുടെ ഖബറിടമായി ആ റൂമിൽ കാണാൻ കഴിയും. മീർ അറബ് എന്ന് പറഞ്ഞാൽ, മീർ എന്ന് പറഞ്ഞാൽ അമീർ എന്നതിന് ഫാരിസിയിലുള്ള പ്രയോഗമാണ്. യമനിൽ നിന്ന് വന്നൊരു പണ്ഡിതനാണ് ആ മദ്രസ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതിൽ സൂറത്തുൻ നാസിൻ്റെയും ഫലക്കിൻ്റെയൊക്കെ വലുപ്പത്തിൽ ചെറിയ മുറികളുമുണ്ട്. ആ മദ്രസയിൽ ഒരു റൂം മുറബി തർബിയത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആരെയും പ്രവേശിക്കാറില്ല. അത് പണ്ട് കാലത്ത് ആ മദ്രസയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇസ്ലാഹ് ചെയ്യാൻ വേണ്ടി, അവർക്ക് അതുപോലെ പൊതുജനങ്ങൾ വരുമ്പോൾ അവർക്ക് തർബിയത്ത് കൊടുക്കാൻ വേണ്ടി, ദിക്റുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയും ഖൽബ് ശുദ്ധീകരിക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാകുന്ന ഒരു ഷെയ്ഖിനെ ആ സ്ഥാപനത്തിൽ സ്ഥാപിച്ചിരുന്നു എന്നാണ്. അത് പഴയ കാലത്ത് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. നമുക്ക് മഹാനായ അബൂബക്കർ മുഹമ്മദ് ബിൻ അബൂബക്കറുൽ മറാഖി എന്ന് പറയുന്ന കർമ്മശാസ്ത്ര പണ്ഡിതൻ, ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെയും എല്ലാം മുൻഗാമിയായ ആ പണ്ഡിതൻ്റെ ചരിത്രത്തിൽ കാണാം. അവർ ബഗ്ദാദിലെ അൽ മശ്യഖത്തുൽ ഷാദുലിയയിലെ അവിടുത്തെ ഷെയ്ഖായിട്ട് അവരെ അവരോധിച്ചിരുന്നു. അതുപോലെ തന്നെ പിന്നീട് അതിനുശേഷം വേറെ ഒരു സ്ഥാപനത്തിൽ അദ്ദേഹം ഷെയ്ഖായിട്ട് ജോലിയേറ്റിരുന്നു എന്ന്. അപ്പോൾ തർബിയത്ത് കൊടുക്കുക എന്ന് പറയുന്ന ആത്മീയമായ ഉപദേശങ്ങൾ കൊടുക്കുക, കൗൺസിലിംഗ്. ഇന്നിപ്പോൾ സ്കൂളുകളിലൊക്കെ കൗൺസിലർമാരെന്ന് പറഞ്ഞിട്ടാണ് അവരെ നിയമിക്കുന്നത്. മാനസിക പ്രശ്നമുള്ളവർക്ക്, പഠിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക്, പരീക്ഷ പേടിയുള്ളവർക്ക്, അവരൊക്കെ കൗൺസിലറെ ചെന്ന് കണ്ടുകൊണ്ട് പരിഹാരം കാണുന്ന ഒരു രീതിയാണ് ഇക്കാലത്ത് ഉള്ളത്. അപ്പോൾ ആ മദ്രസയിൽ ആണ് ഇന്ന് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ കാണുന്ന എല്ലാ രാഷ്ട്രങ്ങളിലെയും മുഫ്തിമാർ എല്ലാം ഈ മദ്രസയിൽ പഠിച്ചിട്ടുള്ളവരാണ്. ചെച്നിയ എന്ന് പറയുന്നൊരു രാഷ്ട്രമുണ്ട്. ചെച്നിയ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ബഹുമാനിയായ പേരോട് ഉസ്താദും ഞങ്ങളൊക്കെ ഒന്നിച്ചവിടെ ഒരു കോൺഫറൻസിന് പോയിരുന്നു.
അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് കോൺഫറൻസ്. ചെച്നിയുടെ അങ്ങാടിയിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്, ഈ നാടിൻ്റെ ഭരണം ഖാദിരിയ ത്വരീഖത്തിൻ്റെ തസവ്വുഫ് പ്രകാരം ഉള്ള ഭരണമാണ് എന്ന്. ആ ചെച്നിയുടെ വിമോചകനായ ഷഹീദ് അഹമ്മദ് ഖദീറോവ്, അദ്ദേഹം ഈ മദ്രസയിൽ പഠിച്ചിട്ടുള്ള ആളാണ്. സോവിയറ്റ് കാലത്ത് സ്റ്റാലിനുമായി അന്നത്തെ ഉലമാക്കൾ സംഭാഷണം നടത്തിയിട്ട് ഏതാനും മസ്ജിദുകളും ഒരു മദ്രസയും തുറന്നു. അക്കാരണം കൊണ്ടാണ് 70 വർഷക്കാലം അടഞ്ഞുകിടന്നൊരു നാട്. സ്ത്രീകൾ കാലിൻ്റെ മുട്ടിൻ്റെ താഴോട്ട് മറക്കാൻ പാടില്ല, തലമറക്കാൻ പാടില്ല, കൈ ഇറക്കമുണ്ടാകാൻ പാടില്ല. അതുപോലെ പുരുഷന്മാർക്ക് താടി വെക്കാൻ പാടില്ല, തലമറക്കാൻ പാടില്ല. അങ്ങനെ ഒരു ശബ്ദവും, ഇസ്ലാമിൻ്റെ ഒരു ശബ്ദവും കേൾക്കാതെ പോയ 70 വർഷക്കാലം കഴിഞ്ഞിട്ടും അത് കഴിഞ്ഞ് ഇനിയും ഈ ആശയവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സോവിയറ്റ് റഷ്യ അവസാനം വലിച്ചെറിഞ്ഞ് വീണ്ടും ആ രാജ്യങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ പഴയതുപോലെ തന്നെ മടങ്ങി എല്ലാവരും സജീവമായ ഇസ്ലാമിക രീതിയിലേക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അക്കാലഘട്ടങ്ങളിൽ പോലും അവിടെ നടത്തിയിട്ടുള്ള ആ മദ്രസകളുടെ കാരണം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പഠന കേന്ദ്രങ്ങൾ മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങി വെച്ച ആ മദ്രസ, മക്കയിൽ നിന്ന് തുടങ്ങി മദീനയിൽ വ്യവസ്ഥാപിതമായി നടത്തിയ മദ്രസയാണ് കൂഫയിലും ബസ്റയിലും ബഗ്ദാദിലും ഖൈറുവാനിലും അങ്ങനെ പടിഞ്ഞാറോട്ട് പോയാൽ ഫെസ്സിലെ കറവീൻ എന്ന് പറയുന്ന ജുമാ മസ്ജിദും അന്ദലുസ് മസ്ജിദും ഒക്കെ ആ മസ്ജിദിൻ്റെ തൂണുകളാണ് അവിടുത്തെ ക്ലാസ് മുറികളായിരുന്നത്. അതിങ്ങനെ വടക്കോട്ട് വന്ന് ബഗ്ദാദും സമർക്കന്തും താഷ്കൻഡും ഹിവയും ബുഖാറയും തിർമിസും കാബൂളും കറാച്ചിയും ഡൽഹിയും എല്ലാം പിൽക്കാലത്ത് വലിയ മദ്രസകളുടെ കേന്ദ്രമായി വന്നു. ഉസ്ബെക്കിസ്ഥാൻ മാവറാ നെഹ്ർ എന്ന് പറയുന്ന ചരിത്രത്തിൽ പറയുന്ന ആ ഒരു എല്ലാ പട്ടണത്തിലും നൂറുകണക്കിന് വലിയ ആലിമീങ്ങളുടെ ചരിത്രമാണ് ഉറങ്ങിക്കിടക്കുന്നത്. ഹിവ എന്ന് പറയുന്ന പട്ടണത്തിൽ അൽ ബീറൂനി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ 1000 വർഷം മുമ്പ് ഭൂമിയുടെ ചുറ്റളവ് കണക്ക് കൂട്ടിയെടുത്ത വലിയ വിദഗ്ധനായിരുന്നു. അതുപോലെ അൽ ഖവാരിസ്മി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ മാത്തമാറ്റിക്സാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൽഗോരിതം എന്ന് പറയുന്ന ബേസിക് മാത്തമാറ്റിക്സ് അൽ ഖവാരിസ്മി എന്ന് പറയുന്ന ഇമാമ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഗണിതശാസ്ത്രത്തിലും വാനശാസ്ത്രത്തിലും ഭൂമിശാസ്ത്രത്തിലും രസതന്ത്രത്തിലും ഊർജതന്ത്രത്തിലും എന്നുവേണ്ട എല്ലാം പഠിപ്പിക്കുകയാണ് അക്കാലഘട്ടത്തിൽ ചെയ്തിരുന്നത്. അതിൽ ബുഖാറ എന്ന് പറയുന്ന നഗരത്തിൽ, ബുഖാറയിൽ പോകുന്ന ആളുകൾ ബുഖാരി ഇമാമിനെ സിയാറത്ത് ചെയ്യാനല്ല പോകുന്നത്, കാരണം ബുഖാരി ഇമാമ് സമർക്കന്ദിലാണല്ലോ ഉള്ളത്. എന്നാൽ ഇമാം ബുഖാരിയുടെ ജന്മനാടാണ് ഇപ്പറയുന്ന ചരിത്രമൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് അവിടെയുള്ളത് 7 മശായിഖന്മാരുടെ സാത്ത് പീർക്ക ഷഹർ, 7 മശായിഖന്മാരുടെ പട്ടണം എന്ന പേരിലാണ് ബുഖാറ അറിയപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖാജ ബഹാഉദ്ദീൻ മുഹമ്മദ് ജലാലുദ്ദീൻ നഖ്ശബന്ദി എന്ന് പറയുന്ന മഹാനാണ്. അവർ ഈ നഖ്ശബന്ദി എന്ന് പറയുന്നത് നമുക്കറിയാം, അവരുടെ ദിക്റുകൾക്ക് ഒച്ചയുണ്ടാകില്ല, സൈലൻ്റ് ദിക്റിൻ്റെ ഒരു രീതിയാണ് നഖ്ശബന്ദികളുടേത്. ഈ ഒരു സിസ്റ്റത്തെ ആദ്യമായി തുടങ്ങിയത് ഷേഖ് അൽ യജ്ദുവാനി എന്ന് പറഞ്ഞിട്ടുള്ള മഹാനായ ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ 6 ശിഷ്യന്മാർ, അതിനുശേഷം വരുന്ന 7ാമത്തെ ശിഷ്യനാണ് ബഹാഉദ്ദീൻ നഖ്ശബന്ദ്. ഈ ഷെയ്ഖ് യജ്ദുവാനി അന്ന് ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ ഒരു സന്ദേശം തന്നെ, അക്കാലഘട്ടങ്ങളിൽ സ്റ്റേജുകൾ നിറയുകയും അതിൽ പാട്ടുകളും കവിതകളും ഒച്ചപ്പാടുകളുമെല്ലാം നിറയുകയും എല്ലാം ചെയ്തപ്പോൾ അതിന് ഒരു മാറ്റമുണ്ടാക്കി. അങ്ങനെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കലല്ല മാനസികമായ ശാന്തിയും സമാധാനവും ലഭിക്കുന്നതിന് ആവശ്യം എന്ന് പറഞ്ഞ് ഖഫിയായ ദിക്റിൻ്റെ രീതി പഠിപ്പിച്ചുകൊണ്ട് വലിയ വൈജ്ഞാനിക വിപ്ലവം നടത്തിയ ഒരു പണ്ഡിതൻ്റെയും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ശിഷ്യനായി 7 പേരുടെയും മക്കാമാത്തുകളെല്ലാം 5, 8, 10 ഏക്കർ ഭൂമിയുള്ള വലിയ സമുച്ചയങ്ങളിലായി അവിടെ അതിമനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഖബറുകളിലേക്ക് ചെന്നാൽ തന്നെ എന്തൊരു ശാന്തിയാണ്, എന്തൊരു വൃത്തിയാണ്. അവിടെ ആരും ഒച്ചയുണ്ടാക്കുകയില്ല. സിയാറത്തിന് ഇവർക്ക് ഇരിക്കാൻ വേണ്ടി ചുറ്റുഭാഗത്തും തണുപ്പുള്ള രാജ്യം കൂടിയാണല്ലോ, അപ്പോൾ ഇരിക്കാൻ വേണ്ടി കുഷ്യനുകൾ വെച്ച് ബെഞ്ചുകൾ ഉണ്ടാകും. അതിലിരുന്ന് ആളുകൾ ഇരുന്ന് അങ്ങനെ ശാന്തമായി
വലിയ കോലാഹലങ്ങളില്ലാത്ത രീതിയിൽ സിയാറത്തുകൾ ചെയ്ത് തിരിച്ചു പോകുന്ന കേന്ദ്രങ്ങൾ. അപ്പോൾ ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തലച്ചോറിനും അതുപോലെ തന്നെ ഹാർട്ടിനുമൊക്കെ ഏൽക്കുന്ന ആഘാതങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗം കൂടിയാണ് സൈലൻസ് എന്ന് പറയുന്നത്. ശാന്തമായിരുന്ന് മെല്ലെ സംസാരിക്കുക. ഞാൻ ഇന്നലെ ജുമഅയുടെ ശേഷം നടന്ന ഒരു പ്രഭാഷണം, അവിടുത്തെ നായിബ് മുഫ്തിയുടെ പ്രഭാഷണം, അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ വിഷയം ബിറുൽ വാലിദൈൻ എന്ന് പറയുന്ന സബ്ജക്റ്റായിരുന്നു. ഉസ്ബക്കി ഭാഷയിൽ അദ്ദേഹം ഓതുന്ന ഖുർആനും ഹദീസുകളും മറ്റൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആശയങ്ങൾ മനസ്സിലാകുന്നുണ്ട്. വലിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു 5000 ആളുകളുള്ള മസ്ജിദ്, മെല്ലെ സംസാരിക്കുന്നു, എല്ലാവരും കേൾക്കുന്നു, സൈലൻ്റായി വളരെ കൃത്യമായി കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്ന് അതിന് മറ്റൊരു സ്ഥലത്ത് മിനിയാന്ന് ചെന്നപ്പോൾ അവിടെ ബാബർ ചക്രവർത്തി നിസ്കരിച്ചൊരു പള്ളിയാണത്. ബാബർ ചക്രവർത്തിയുടെ ജന്മവീട് അവിടെയുണ്ട്. അദ്ദേഹം നടന്നു പോയി നിസ്കരിച്ചിരുന്ന, ആദ്യകാലത്ത് നിസ്കരിച്ചിരുന്ന ഒരു മസ്ജിദ്, അതിപ്പോൾ പുതുക്കിപ്പണിതതാണ്. ആ മസ്ജിദിൽ ളുഹർ സമയമായപ്പോൾ ഉസ്താദ് പുറത്തേക്ക് വന്നു. ഏകദേശം ഒരു 10-20 മിനിറ്റ് സമയം അദ്ദേഹം ഹദീസ് പാരായണം ചെയ്തുകൊണ്ട് ദർസ് നടത്തി. അത് നിസ്കാരത്തെക്കുറിച്ചുള്ള ദർസാണ് അദ്ദേഹം അന്ന് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വാങ്ക് കൊടുത്തു, എല്ലാവരും എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിച്ചു. അത് കഴിഞ്ഞ് ഇഖാമത്ത് കൊടുത്തു. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ദിക്റുകളും ഖുർആൻ പാരായണവും പിന്നെയും ദിക്റും അറബിയിലുള്ള ദുആയും പിന്നെ കുറച്ച് ഖുർആനോത്തും. അത് കഴിഞ്ഞ് പിന്നെ നാടൻ ഭാഷയിൽ അവരുടെ നാട്ടിലുള്ള ഭാഷയിലുള്ള ദുആയും. അങ്ങനെ ഇസ്ലാമിക ചൈതന്യം അവിടെയൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കാൻ അതിൻ്റെയൊക്കെ കാരണം ഈ ഒരു പഠനമായിരുന്നു. ശിഷ്യന്മാരും ഗുരുനാഥന്മാരും തമ്മിലുള്ള ബന്ധം, അത് വാപ്പമക്കൾ തമ്മിലുള്ള, പിതാവ് മക്കളും തമ്മിലുള്ള അതേ ബന്ധമാണ് ഗുരുശിഷ്യ ബന്ധം എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അസ്ഹാബിനെ കുറിച്ച്, എൻ്റെ ഗുരുനാഥന്മാരെക്കുറിച്ച്, അതിൻ്റെ ഗുരുനാഥന്മാരെക്കുറിച്ച്, അങ്ങനെ ബഹുഗുരുവിനെ പറ്റിയും അതിനപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ ആളുകളുടെയും ചരിത്രം പറഞ്ഞുകൊണ്ട് നബി ഇമാം പറയുകയാണ്, എൻ്റെ ഗുരുനാഥന്മാർ ഇവരൊക്കെയാണ്, അവരുടെ ചരിത്രം ഇതാണ്. ഗുരുനാഥന്മാരുടെ ചരിത്രം അറിയണം. കാരണം ആ ബന്ധം എന്ന് പറയുന്നത് വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം പോലെയാണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് ഈ ശിഷ്യന്മാരെപ്പോഴും ഗുരുവിന് വേണ്ടി ദുആ ചെയ്യണം, അവരുടെ നന്മകൾ പറയണം, അവരുടെ ചരിത്രങ്ങൾ ഓർക്കണം, അവരുടെ കുടുംബത്തെ സ്നേഹിക്കണം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അക്കൂട്ടത്തിൽ അവരുടെ ചരിത്രം നന്നായി അറിയേണ്ടതും ഉണ്ട്. ഗുരുവും ശിഷ്യനും എന്നത് തികഞ്ഞ ഒരു അച്ചടക്കത്തോടു കൂടിയുള്ള, ഗുരുവിൻ്റെ ആജ്ഞകൾക്കോ ഗുരുവിൻ്റെ ആദർശങ്ങൾക്കോ ആ ഒരു ലൈനിനെതിരായിക്കൊണ്ടുള്ള യാതൊരു നീക്കവും ഉണ്ടാവുകയില്ല എന്ന് ഗുരു പറഞ്ഞതിനപ്പുറം മറ്റൊരു സ്ഥലത്തേക്ക് ജോലി തേടി പോവുകയില്ല. വലിയ ശമ്പളം കിട്ടിയ കാരണം കൊണ്ട്, അല്ലെ വലിയ സൗകര്യം കിട്ടിയ കാരണം കൊണ്ട് ഗുരുവിൻ്റെ സമ്മതമില്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോവുകയില്ല. അങ്ങനെ കണക്റ്റീവായിട്ട് പോകുന്ന ആ ഒരു രീതിയിലൂടെയാണ് ഈ ഒരു പ്രസ്ഥാനം ലോകത്ത് നിലനിൽക്കുന്നത്. ഇവിടെ ഈ ദക്ഷിൺ കർണാടക സുന്നി സെൻ്ററുകാർ ഒരുക്കിയിട്ടുള്ള ഒരു വലിയ മസ്ജിദും ഈ ഒരു മദ്രസയും, ഇതിനപ്പുറത്ത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള വലിയൊരു മദ്രസയും, നാട്ടുകാരായ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഇംഗ്ലീഷ് മദ്രസയും എല്ലാം ഉൾപ്പെട്ട് ഇനി വലിയൊരു സ്ഥാപനമായി മാറണം എന്ന മഹാസ്വപ്നത്തിലാണ് ഇതിൻ്റെ ആളുകൾ ഉള്ളത്. ഇന്ന് ഇവിടെ നടന്ന മീറ്റിങ്ങിൽ അവർ പരസ്പരം ചർച്ച ചെയ്തതായി എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം, ഒരു വലിയ യൂണിവേഴ്സിറ്റിയായി മാറാൻ അൽ ഇഹ്സാനിന് സാധിക്കുക എന്നുള്ളതാണ്. ഈ നാട്ടുകാരായ ആളുകളെ, ഈ പരിസരത്തുള്ള ആളുകളെ അവസ്ഥ നോക്കിയാൽ യഥാർത്ഥത്തിൽ അതിനെല്ലാം സാധിക്കും. വലിയ സാമ്പത്തിക ശേഷി അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. സാമ്പത്തിക ശേഷി മാത്രമുള്ളതുകൊണ്ട് ആർക്കും ലോകത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ സാമ്പത്തിക ശേഷിയേക്കാളും വലിയ വിശാലമായ മനസ്സുകളുണ്ട്. ഒരുപാട് മഹത്തുക്കളുടെ, താജുൽ ഉലമയുടെ മുരീദുമാരായി നിൽക്കുന്ന, താജുൽ ഉലമയെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെയുള്ളവർ.
മഹാനായ കുമ്പോൾ തങ്ങളവർകൾ ഇന്നും അധ്യക്ഷനായിക്കൊണ്ട് ആ ഒരു സിയാദത്തിൻ്റെ സാരഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അത് അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. വിശാലമായ ആ മനസ്സുകൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുസ്തഫ സഅദിയുടെ നേതൃത്വത്തിൽ ഒരുപാട് മുദർരിസുമാരും മറ്റ് മാനേജേഴ്സും ചിന്തകന്മാരുമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സഅദികളും മറ്റ് മതബിരുദധാരികളും എല്ലാം ഇവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു മഹാനായ സയ്യിദ് അവർകൾ ജാമിയ സഅദിയയുടെ മുഖ്യ കാര്യദർശിയാണ്. MA ഉസ്താദ് നൂറുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു വറഫഅ ദർജതഹു. അവരുടെ ആ ഒരു വെളിച്ചത്തിൽ നിന്ന് തന്നെയാണ് ഈ ഒരു വെളിച്ചത്തെയും നാം നോക്കിക്കാണേണ്ടത്. മഹാനായ സയ്യിദ് അവറുകളുടെ ഒരു സജീവമായ സാന്നിധ്യവും നേതൃത്വവും ഉള്ളതോടൊപ്പം എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ജാമിയ സഅദിയെ പോലുള്ള ഏതെങ്കിലും ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുമായുള്ള ഒരു നിരന്തരമായൊരു ബന്ധവും ഒരു കണക്ഷനും ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് ആവശ്യമാണ്. കാരണം വളർച്ചയുടെ വഴിയിൽ എന്നും വലിയതിൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് ആ നിലക്ക് വളരാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നിവിടെ ഉച്ചയ്ക്ക് സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും എത്രയോ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ അത്ര പോകാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്ര വിചാരിച്ചാൽ പോരാ, നാം ആകാശത്തോളം വിചാരിക്കണം. അപ്പോഴതിൻ്റെ പകുതി എത്താൻ വേണ്ടി സാധിച്ചാൽ ഒരുപാടുണ്ടാകും. എപ്പോഴും വിചാരിച്ചതിനേക്കാൾ അപ്പുറം എത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ വിചാരം വലുതാകണം എന്നേ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. അന്ന് ചിലതൊക്കെ അങ്ങനെയാണല്ലോ. ചെറിയ പദ്ധതികൾ മർക്കസ് ആരംഭിക്കുമ്പോൾ 1 കോടി രൂപയുടെ 10 പരിപാടി എന്നാണ് പറഞ്ഞത്. അപ്പം അത് 12 ആകുമ്പോൾ സ്വാഭാവികമായും പറയാം അന്ന് ലക്ഷ്യം വെച്ചതിനേക്കാൾ ഇന്ന് എത്രയോ മേൽപോട്ട് പോയി എന്ന്. പക്ഷേ ഇനി അങ്ങോട്ട് നമുക്ക് വലിയത്, അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ആകണം എന്നിപ്പോൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അതിനേക്കാളും വലിയത് ചിന്തിക്കാം. അതിനൊന്നും ഇന്ന് നാട്ടിൽ പ്രയാസങ്ങളില്ല. അപ്പം അങ്ങനെ വലിയത് ചിന്തിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് മുതൽക്കൂട്ടാകാൻ, ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി തീരാൻ, ഈ നാട്ടിൻ്റെ ജനങ്ങൾ ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊണ്ട് ഈ നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റിയ രീതിയിലേക്ക് ഇതിനെ നിലനിർത്തിയും വളർത്തിയും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതിന് ഏറ്റവും പ്രധാനമായി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി ഇതിൻ്റെ ഭാരവാഹികളായ DKCയുടെ ഓഫീസ് ബിയറേഴ്സിനോട്, മെമ്പേഴ്സിനോട് എനിക്ക് ഒന്ന് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷനാണ്. നെക്സ്റ്റ് ജനറേഷൻ, നിങ്ങളുടെ മക്കൾ എവിടെ ഇരിക്കുന്നു, അവർ ഈ പ്രവർത്തനത്തിൽ എത്രമാത്രം ഭാഗവാക്കാകുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം. നെക്സ്റ്റ് ജനറേഷൻ, അതിനുശേഷമുള്ള ജനറേഷൻ അവരെന്ത് ചെയ്യുന്നു എന്നത് ഈ വിഷയത്തിൽ വളരെ മുഖ്യമാണ്. കാരണം നിങ്ങൾ വെച്ചിട്ടുള്ള ഈ ഒരു ആണിക്കല്ലുകളെ, ഇഷ്ടികകളെ, അല്ലെങ്കിൽ ഭാവിയിലേക്ക് നിങ്ങൾ വെച്ചിട്ടുള്ള മഹാസ്വപ്നങ്ങളെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നെക്സ്റ്റ് ജനറേഷനെ നമ്മൾ ദീനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിന് കീഴിൽ മെമ്പർമാർക്കൊരു ദർസ് നടക്കണം. മെമ്പർമാർക്കുള്ള ദർസ് ഇപ്പോൾ ഓൺലൈൻ സംവിധാനങ്ങളുള്ളത് കൊണ്ട് അതിന് പ്രയാസമില്ല. ദമ്മാമിലായാലും ഖത്തീഫിലായാലും അൽഖോബാറിലായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ മക്കയിലോ മദീനയിലോ എവിടെയായിരുന്നാലും മെമ്പർമാർക്ക് വേണ്ടിയുള്ളൊരു ദർസ് ആഴ്ചയിലൊരിക്കൽ ഇവിടെ നിന്ന് നടക്കണം. ആ ദർസിൽ അവരുടെ മക്കളും ഉണ്ടാകണം. വേണമെങ്കിൽ ഇപ്പോൾ ഹിജാബ് ഇട്ടുകൊണ്ട്, ഓൺലൈനിലാകുമ്പോൾ ഹിജാബ് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കാമല്ലോ, ഭാര്യമാരും കേൾക്കണം. അപ്പോൾ ഈ കാണുന്ന വിഷയങ്ങളൊക്കെ അവരും കേട്ട് ചരിത്രം പഠിച്ച് പുരാതനമായ കാര്യങ്ങളെയും അന്നത്തെ വളർച്ചയും ഇസ്ലാം വളർന്നു വന്ന രീതിയെയും ഒക്കെ ഉൾക്കൊള്ളുകയും ഇനി അങ്ങോട്ടുള്ള വളർച്ചയിൽ നാം എന്താണ് ചെയ്യാനുള്ളത് എന്ന കാര്യത്തിൽ നമ്മോടൊപ്പം നമ്മുടെ കുടുംബവും വളരുന്ന രീതിയിലേക്കുണ്ടാകുമ്പോൾ ആ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് ഇത് നിലനിൽക്കുക. അല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനവും 3ാമത്തെ തലമുറയാകുമ്പോൾ നശിച്ചു പോകും എന്നാണ്. ലോകപ്രശസ്ത ആന്ത്രപ്പോളജിസ്റ്റ്, സോഷ്യോളജിസ്റ്റുമായ ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ചരിത്ര ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നത്, പ്രസ്ഥാനങ്ങളെല്ലാം 120 വർഷം കഴിയുമ്പോൾ ഏത് പ്രസ്ഥാനവും നശിക്കും. ആദ്യത്തെ 40 വർഷം എന്ന് പറയുന്നത് കഠിനാധ്വാനം ചെയ്ത് വളർത്തിയുണ്ടാക്കുന്ന കാലമാണ്. 2ാമത്തെ 40 വർഷം എന്ന് പറയുന്നത് വളരെ സുഖമായി തഴച്ചു വളരുന്ന ഒരു കാലമാണ്. 3ാമത്തെ 40 വർഷം എന്ന് പറയുന്നത് ഡീക്ലൈൻ്റെ കാലമാണ്. പിന്നെ അതിനുശേഷം വരുന്നത് ഇല്ലാതായി പോകും. വലിയ മുതലാളിമാർ അവർ വിയർത്തധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അത് നോക്കിക്കണ്ട മക്കൾ, പക്ഷേ അവർ സുഖമായി ജീവിക്കും. വാപ്പ അധ്വാനിച്ചതിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധം അവരിലുണ്ടാകും. അതുകൊണ്ട് അവർ ദൂർത്തടിക്കാതെ ഒപ്പിച്ചു കൊണ്ടുപോകും.
മൂന്നാമതായി ജനിക്കുന്നവരോ അവർ സുഖത്തിലേക്ക് മാത്രമാണ് ജനിച്ചത്, അവർ അധ്വാനം ഒരിക്കലും കണ്ടിട്ടില്ല. അതുകൊണ്ട് അവർ നന്നായി ദൂർത്തെടുക്കുകയും അടുത്ത ജനറേഷൻ അത് നശിപ്പിക്കുകയും ചെയ്യും. അത് ലോകത്തെ ചരിത്രത്തിൽ നമുക്കൊരുപാട് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. വലിയ ഉദാഹരണങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതേസമയം 600 വർഷം നീണ്ടുനിന്ന ഉസ്മാനിയ ഖിലാഫത്തിന് നമ്മൾ ഓർക്കണം. 600 വർഷം അത് നീണ്ടുനിന്നു, നശിച്ചു പോകാതെ. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഉസ്മാനി ഖലീഫമാരുടെ വീടുകളിൽ ജനിക്കുന്ന കുട്ടികൾ അവർക്ക് തമ്മീസാകുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടികളെ ഏതെങ്കിലും അതിർത്തി പ്രദേശങ്ങളിലെ മുല്ലമാരുടെ പണ്ഡിതന്മാരുടെ വീടുകളിൽ പോറ്റാൻ വേണ്ടി കൊണ്ടുപോയി കൊടുക്കുന്ന മധ്യവർത്തികളോ അവരാണെങ്കിൽ രാജകുടുംബത്തിൽപ്പെട്ടവരല്ല. അതുകൊണ്ട് തന്നെ ആരുടെ മക്കളെയാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് പഠിപ്പിക്കുന്ന മുല്ലക്കും അറിയില്ല, ഞാൻ രാജകുടുംബത്തിലുള്ള ആളാണെന്ന് മക്കൾക്കും അറിയില്ല. അവിടെ നന്നായി തർബിയത്ത് ചെയ്ത് പഠിച്ചു വളർന്നു വലുതായി 15 or 20 വയസ്സാകുമ്പോഴാണ് അവരെ പാലസിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ഞാൻ രാജകുമാരനാണ് എന്ന കാര്യം ഓർമ്മ വരുന്നത്. അതിനു മുമ്പ് ജീവിതത്തിൽ ആവശ്യമായ എല്ലാ തർബിയത്തും അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെയാണ് അത് ട്രാൻസ്ഫോം ചെയ്ത് 600 വർഷം കൊണ്ടുപോയത്. പിന്നീട് അത് തുടർച്ചയില്ലാതെ പോയപ്പോൾ ഉസ്മാനിയ ഖിലാഫത്ത് ലോകത്ത് നശിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്നും നമ്മളുടെ ഈ ഒരു മനോഭാവവും ചിന്തയും അടുത്ത ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് അവരെ നമ്മൾ പൂർണ്ണമായും ഈ വിഷയങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുകയും ഇതിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കാര്യങ്ങൾ ചിന്തിച്ചും ബോധ്യപ്പെട്ടും പോകുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയും വേണം. അതിനുള്ള വർധനവ് ഈ നാടിലും പരിസരത്തും നമ്മുടെ പ്രാസ്ഥാനിക രംഗത്തും ഉണ്ടായിത്തീരുകയും വേണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പഠിച്ചു വളരുന്ന മുതഅല്ലിമുകൾക്ക് ഇവിടുന്ന് ഇന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നവർ അവർ സനദ് വാങ്ങുന്നില്ല. സനദ് വാങ്ങാൻ ഇൻഷാ അല്ലാഹ് 2 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ അവർക്ക് സനദ് ലഭിക്കുക. ഇത് സനദ് വാങ്ങാൻ പോകാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റാണ് ഇവിടെ നിന്ന് ഇന്ന് വാങ്ങുന്നത്. ഇവിടെ പഠനം അവസാനിപ്പിക്കുന്നില്ല. ജാമിയ സഅദിയയിലോ അതുപോലെയുള്ള വലിയ സ്ഥാപനങ്ങളിൽ ചെന്ന് അവർ സനദ് വാങ്ങുകയും പിന്നീട് അവർ കർണാടകയുടെ വടക്കോട്ട് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലേക്ക് ഇന്ത്യയുടെ ഏതു ഭാഗത്തും ഇന്ന് ലോകത്തെവിടെയും സഞ്ചരിക്കാനും പ്രവർത്തിക്കാനൊക്കെയുള്ള വലിയ സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മെ സമുദായം പഠിപ്പിച്ചിട്ടുള്ളത് വലിയ ഉത്തരവാദിത്വത്തോടുകൂടി മാഷാ അല്ലാഹ് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റികളുടെ റെഗുലർ വിദ്യാഭ്യാസം കൂടി കൊടുത്താണ് പഠിപ്പിച്ചത് എന്നറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് തീർച്ചയായും വലിയ ഉത്തരവാദിത്വം തലയിലുണ്ട്. ഒരിക്കലും തന്നെ ദുനിയാവ് സമാഹരിക്കുന്നതിൻ്റെ പിന്നാലെ പോകാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിച്ച് ദീനീ പ്രബോധനത്തിനുള്ള നിയ്യത്ത് നമുക്കുണ്ടാകണം. പണം തേടിപ്പോയാൽ അവൻ്റെ ദീൻ നശിച്ചു പോകും. പണം തേടിപ്പോയാൽ ദീൻ നശിക്കും. സ്ഥാനം തേടിയവൻ്റെ പണവും നശിക്കും, ദീനും നശിക്കും എന്നാണല്ലോ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നാം ആഖിറത്തെ തേടിപ്പോയാൽ നമുക്ക് വേണ്ടതെല്ലാം അല്ലാഹു തആല ഒരുക്കി തരികയും അവൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് അവൻ നൽകുകയും ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, തൗഫീഖ് നൽകട്ടെ. ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾക്കും ഇവിടെ ഇതിന് നേതൃത്വം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹാനായ കുമ്പോൽ സയ്യിദ് അവറുകൾ ഉൾപ്പെടെ ഉള്ള മറ്റ് കമ്മിറ്റി അംഗങ്ങളും ഇവിടുത്തെ മാനേജർമാർ ഉസ്താദുമാരുൾപ്പെടെ എല്ലാ ആളുകൾക്കും അവരുടെ ആഖിറത്തിലേക്കുള്ള വലിയൊരു നന്മയായി ഈ പ്രവർത്തനങ്ങൾ മുഴുവനും സ്വീകരിക്കപ്പെടട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.